നമ്മുടെ ആരാധനാക്രമം അനുസരിച്ചിട്ട് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ഏലിയ സ്ലീവ മൂശാക്കാലം എന്നാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് എനിക്കത് തോന്നുന്നു. ഇന്നത്തെ വായനകളൊക്കെ തന്നെ ദൈവത്തെ ശ്രവിച്ച മനുഷ്യരുടെ പ്രതികരണങ്ങളാണ്. ആദ്യത്തെ വായനയിൽ നമ്മൾ മോശയെക്കുറിച്ചാണ് കേട്ടത്. മോശ ദീർഘമായിട്ട് ദൈവത്തോട് സംസാരിച്ചു. മോശ പറഞ്ഞു, നീ പറയുന്നതൊന്നും ഞാൻ പോയി ജനങ്ങളോട് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. അതുകൊണ്ട് നീ അതെനിക്ക് എഴുതി തരണം. 10 കൽപ്പനകൾ കർത്താവ് കൽപ്പലകളിൽ എഴുതി കൊടുത്തു. ഈ 10 കൽപ്പനകളുമായിട്ടാണ് മോശ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നത്. ജനങ്ങളെ കണ്ട മോശ ജനങ്ങളുടെ ദുഃഖങ്ങൾ ദൈവത്തോട് സംസാരിച്ചു. ദൈവം മോശയ്ക്ക് ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു. അതാണ് 10 കൽപ്പനകൾ. വഴിതെറ്റാതെ പോകാൻ അവർ സ്വീകരിക്കേണ്ട മനസാക്ഷിയുടെ മാനദണ്ഡങ്ങൾ. നമ്മുടെ മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മൾ കേൾക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കരട് രേഖ എല്ലാ പള്ളികളിലും, എല്ലാ രൂപതകളിലും, എല്ലാ സന്യാസാശ്രമങ്ങളിലും, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളിലും വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും പറയാനുള്ള അവർക്കടക്കം നമ്മൾ അവസരം കൊടുത്തു. ആ രേഖ അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ദൈവത്തെ കേൾക്കണമെങ്കിൽ ദൈവജനത്തെ കേൾക്കണം. ദൈവജനത്തെ കേൾക്കണമെങ്കിൽ ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികൾ നിശ്ചയിക്കുന്നിടത്ത് ഈ 2 വലിയ തീരങ്ങളുണ്ട്. ഈ തീരങ്ങളിലേക്കുള്ള തീർത്ഥാടനമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. ദൈവത്തിൽ നിന്ന് ജനങ്ങളിലേക്ക്, ജനങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക്. നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ, നമ്മുടെ സഹോദര വൈദികരെ, നമ്മുടെ സമർപ്പിതരെ, നമ്മൾ ചെയ്യുന്ന അതാണ്. ഇന്ന് ജനപ്രതിനിധികളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരേ ശുശ്രൂഷ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മൾ തുടരുകയാണ്. ജനങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകണം. പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചായിരിക്കണം. മോശയ്ക്ക് സംഭവിച്ച ഒരു വലിയ കോപാഗ്നിയിൽ സംഭവിച്ച ഒരു സംഘർഷത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. കൽപ്പലകളുമായിട്ട് മോശ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ടത് കൽവിഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുത്ത് അതിന് ചുറ്റും നൃത്തം ചെയ്യുന്ന ജനങ്ങളെയാണ്. സഹിക്കാൻ കഴിയാത്ത മോശ ഇതെന്തിനെന്ന് ചോദിച്ചിട്ട് എറിഞ്ഞുടച്ചത് ദൈവം കൊടുത്ത കൽപ്പനകളാണ്. ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മോശയ്ക്ക് വാഗ്ദത്ത ഭൂമി മലയിൽ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ, അങ്ങോട്ട് പ്രവേശിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോശയ്ക്ക് ഒരു ടേം എക്സ്റ്റെൻഡ് ചെയ്യാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, കൽപ്പലകൾ ഉടച്ചു കളയാൻ നിനക്ക് അവകാശമില്ല.
നീ അത് ചെയ്തതിൻ്റെ പേരിൽ നീ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി കാണാതെ മലയിൽ നിന്ന് കണ്ട് അവസാനിപ്പിക്കുക. ഏലിയ ശ്ലീവ മൂശക്കാലത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ജനങ്ങളുടെ പ്രതിവിധികൾക്കെല്ലാം തന്നെ നമ്മൾ പരിഹാരം കാണണം. പക്ഷെ പരിഹാരത്തിന് ഞാനും നിങ്ങളും ദൈവത്തെ ശ്രദ്ധാപൂർവം കേൾക്കണം. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെ പരിഹാരങ്ങളും പ്രതിവിധികളും നമ്മൾ കണ്ടെടുത്താൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആകുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ സമുദായം, നമ്മുടെ സഭയും കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളിൽ പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ മാനദണ്ഡത്തിൽ പരാജയപ്പെടാൻ കാരണമാകുന്നുണ്ടെങ്കിൽ കൽപ്പനകൾ ഉടച്ചു കളയാൻ നമ്മൾ സമ്മതിക്കാത്തതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ എറിഞ്ഞുടച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ നമുക്കുണ്ട്. നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ കരുത്ത് അതാണ്, ദ ക്വാളിറ്റി ഓഫ് അവർ ഫെയ്ത്ത് ലൈഫ്. നമ്മുടെ കാരണവന്മാരെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, അവർ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചവരല്ല, പക്ഷെ അവർ ജീവിച്ച ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, യുവർ മെത്തഡോളജി ഓഫ് കാറ്റക്കേസിസ് ഈസ് വെരി ഫണ്ടമെൻ്റൽ ആൻഡ് എ മോഡൽ ഫോർ ദ ഹോൾ ചർച്ച്. നിങ്ങളുടെ കാരണവന്മാരെ പ്രസംഗിച്ചുകൊണ്ടല്ല ജനങ്ങളെ മാനസാന്തരപ്പെടുത്തിയത്, കുടുംബത്തെ നവീകരിച്ചത് ദൈവത്തെ കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം ജനങ്ങളോട് പകർന്നു കൊടുത്തുകൊണ്ട്. സ്നേഹമുള്ള എൻ്റെ സഹോദരരെ, നമ്മൾ ഈ അസംബ്ലി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തെ കേട്ടവരാകാം, നമ്മുടെ ജനത്തെ കേട്ടവരാകാം. പക്ഷെ നമുക്ക് പോകേണ്ട വഴികളിലെ നമ്മളെ വഴി നടത്തേണ്ടത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളുമാണ്. അത് ഉടച്ചു കളഞ്ഞുകൊണ്ട് ഷോർട്ട് കട്ടുകൾ എടുക്കാനുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ പരിശ്രമം ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം, നമുക്ക് ചിലപ്പോൾ വലിയ ചക്രവാളങ്ങൾ ലൗകികമായിട്ട് തന്നേക്കാം. പക്ഷെ അത് ശാശ്വതമല്ലെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കാൻ ഉള്ള പക്വത, ആ പക്വതയാണ് നമ്മുടെ ആധ്യാത്മികത. ആ പക്വതയിൽ ജീവിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു ആധ്യാത്മികതയാണ് നമ്മുടെ കാരണവന്മാരുടേത്. നമ്മുടെ കാരണവന്മാർക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ലെങ്കിലും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതൊന്നും തന്നെയില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പള്ളികളിലെ പകുതിയോളം പള്ളികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഒരു നിമിത്തമൊന്നുമല്ല, അത് നമ്മുടെ സഭയുടെ ഒരു നിയോഗമാണ്. ഇതാ കർത്താവിൻ്റെ ദാസ്യത്തിൻ്റെ വാക്ക് പോലെ സംഭവിക്കട്ടെ. നമുക്ക് ധാരാളം വെളിച്ചവും വെളിപാടുകളും ഈ ദിവസങ്ങളിലെ ഈ അസംബ്ലിയിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെ സിനഡിലേക്ക് കൊണ്ടുപോകുകയാണ്. ജനം തന്ന അവരുടെ ആഗ്രഹങ്ങൾ അത് സിനഡിലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും തീരുമാനമാക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നോട്ട് എ സെക്കുലർ വെൽഫെയർ ബട്ട് എ സ്പിരിച്വൽ വെൽഫെയർ. അതിനുവേണ്ടി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പരാജയപ്പെടുമ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, നമ്മൾ പരാജയപ്പെടുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടല്ല, മൂല്യങ്ങളിൽ ജീവിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.